എല്ലാവരെയും ഷിക്കാഗോ പ്രയർ ലൈനിന്റെ ഈ സായാഹ്ന പ്രഭാത മീറ്റിംഗിലേക്ക് സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഇന്ന് നമ്മുടെ തിരുവചനം സംസാരിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ടി എം വർഗീസ്, ഫിലാഡൽഫിയ. കർത്താവിൻ്റെ ദാസനെ ഈ പ്രയർ മീറ്റിംഗിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നതിൽ ഞാൻ അതീവമായി സന്തോഷിക്കുന്നു. കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുൻപ് ഡാലസിൽ നിന്ന് പാസ്റ്റർ ജോൺസൺ സക്കറിയ തിരുവചനം നമ്മോട് സംസാരിച്ചത് ഓർമ്മിക്കുമല്ലോ. ആ ദിവസം ജോൺസൺ സക്കറിയയുടെ ഒരു സ്നേഹിതനാണ് ഇവാഞ്ചലിസ്റ്റ് ടി എം വർഗീസ്. അദ്ദേഹം ഈ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു. അതിന് 2 ആഴ്ചയ്ക്ക് ശേഷം ജോൺസൺ സക്കറിയ പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, നമുക്ക് ടി എം വർഗീസ് അങ്കിളിനെ ഒന്ന് ക്ഷണിക്കണം, നാളത്തെ മീറ്റിങ്ങിനെ പ്രസംഗിക്കാൻ സാധിക്കുമോ എന്നൊന്ന് ചോദിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ജോൺസൺ സക്കറിയ പാസ്റ്റർ പറഞ്ഞു, ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ നിത്യതയിൽ ചേർക്കപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ അതീവ ദുഃഖിതനായിപ്പോയി. അതുകൊണ്ട് പിന്നീട് ഞാൻ 2-3 മാസമായല്ലോ ഞാൻ പിന്നെ വിളിക്കാൻ ശ്രമിച്ചില്ല. പിന്നീട് ഈ കഴിഞ്ഞ ആഴ്ചയാണ് കർത്താവിൻ്റെ ദാസനോട് സംസാരിക്കാനായിട്ട് ഇടയായത്. അപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ ഒരേ സ്ഥലക്കാരാണ്. എൻ്റെ വീട് ചെങ്ങന്നൂരാണല്ലോ, കർത്താവിൻ്റെ ദാസൻ്റെ വീട് ഓതറയാണ്. 3-4 മൈലേ ഉള്ളൂ. അങ്ങനെ കർത്താവിൻ്റെ ദാസന് എയർഫോഴ്സിൽ അനേക വർഷങ്ങൾ നാട്ടിലെ എയർഫോഴ്സിലെ ജോലി ചെയ്തിട്ട് 70-കളുടെ ആരംഭത്തിൽ കുടുംബസമേതം ഇവിടെ വന്നതാണ്. ഇവിടെയും 10-50 വർഷത്തോളം ജോലി ചെയ്യുകയൊക്കെ ചെയ്തു. അതിനുശേഷം കർത്താവിൻ്റെ ദാസനെ അനേക വർഷങ്ങളായിട്ട് ഞാൻ മനസ്സിലാക്കിയത് 10-13 പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചു. അത് ആ പുസ്തകങ്ങളുടെ പേര് സമ്പൂർണ്ണ ദൈവേഷ്ടം, ദൈവവും നിത്യതയും, ഇസ്രായേലും വിഗ്രഹാരാധനയും, കൃപ ലഭിച്ച മറിയമാർ, ജീവനുള്ള ദൈവം, വിലയേറിയ മനുഷ്യാത്മാവ്, സ്വർഗവും നരകവും അദൃശ്യ ജീവികളും, വിലാപങ്ങളെ നൃത്തമാക്കുന്ന ദൈവം എന്നൊക്കെ തുടങ്ങി 10-13 പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ച് അറിയുന്നതിൽ വളരെ സന്തോഷം. കർത്താവിൻ്റെ ദാസൻ ഈ ദിവസങ്ങളിൽ തൻ്റെ സമയമൊക്കെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നതിന് വേണ്ടി ചെലവഴിക്കുകയാണ്. എത്ര അനുഗ്രഹകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. മക്കളൊക്കെ പ്രായമായി, അവർ വിവാഹിതരായി കുടുംബസമേതം ജീവിക്കുന്നു. ഇതെല്ലാം ഈ വിവരങ്ങളൊക്കെ അറിയുന്നതിൽ വളരെ സന്തോഷം. കർത്താവിൻ്റെ ദാസനെ അടുത്ത സമയത്ത് നാട്ടിൽ പോയപ്പോൾ തമ്പിയുടെ ഹൃദയം ആ രീതിയിലുള്ള ഒരു പുസ്തകം എഴുതി ധാരാളം കോപ്പികൾ അടിച്ച് ഇങ്ങനെ ആളുകൾക്ക് വിതരണം ചെയ്തു. ഇവാഞ്ചലിസ്റ്റിനും ഉപദേശിമാർക്കും അങ്ങനെ സുവിശേഷകർക്കും ഒക്കെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം അതിനുള്ള ചെലവൊന്നും വാങ്ങാതെ തൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആ ചെലവാക്കി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് സാധിച്ചു. കർത്താവ് ധാരാളമായിട്ട് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ദാസനെ സഹായിക്കട്ടെ, സുവിശേഷ വിലയിൽ വർദ്ധിച്ചു വരുന്നതിന് തുടർന്നും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം അടിസ്ഥാനമാക്കി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്ന വിഷയത്തെ പറ്റി സംസാരിക്കുന്നതിനാണ് കർത്താവിൻ്റെ ദാസൻ കർത്താവിൽ ശരണപ്പെടുന്നത്. കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ സൂം മീറ്റിങ്ങിലൊക്കെ ഏകദേശം 1 മണിക്കൂറോളമാണ് ആ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത്രയും സമയമില്ലല്ലോ. എന്നാലും അടുത്ത ഒരു 40 മിനിറ്റ് കർത്താവിൻ്റെ ദാസന് ഉണ്ട്. ഇത് 1-ാമത്തെ ഭാഗമാണ്. അടുത്ത ആഴ്ച 2-ാമത്തെ ഭാഗം കർത്താവിൻ്റെ ദാസൻ സംസാരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇടിവിൽ നിന്ന് യിരെമ്യാ പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നതിന് നമ്മെ തന്നെ ഒരുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ഈ മീറ്റിങ്ങിലേക്ക് കർത്താവിൻ്റെ ദാസൻ വന്നതിൽ വളരെ സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, ഷിക്കാഗോ പ്രയറിൻ്റെ പേരിൽ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കേൾക്കാമല്ലോ? കേൾക്കാം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ ദാസൻ ഇതിനെ ഈ ഷിക്കാഗോ പ്രയർ ലൈൻ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ അനീഷ് ജോണ്, അനുഗ്രഹിക്കപ്പെട്ട പാട്ട് പാടിയ കർത്താവിൻ്റെ ദാസന്, അതുപോലെ ഈ പ്രയറിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ജോൺസൺ സക്കറിയ, ആഗതരായിരിക്കുന്ന എല്ലാ മാന്യ കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ആദ്യം അറിയിക്കട്ടെ. എന്നെക്കുറിച്ച് കർത്താവിൻ്റെ വിലയേറിയ ദാസൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ നേരത്തെ ഒരു പ്രയർ ലൈനിൽ ഒരു പ്രാവശ്യം ഈ പ്രയർ ലൈനിൽ കയറിയിട്ടുണ്ട്.
അതിൽ അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം സഹായിച്ചു. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പലർക്കും കൊടുത്തു. ഈ ഫിലഡൽഫിയയിൽ തന്നെ 2-3 ഫാമിലി കയറിയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് എൻ്റെ ജ്യേഷ്ഠന് മകൻ പാസ്റ്റർ TJ ജോൺ കയറിയിട്ടുണ്ട്. അവർക്ക് ലൈനിലുണ്ട്. ഞാൻ 10-12 പേർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തു. ഇനിയും അനേര് ഇതിൽ കയറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കർത്താവിന് സ്തോത്രം. ദൈവം നമ്മളെ ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ജനുവരി 18-ാം തീയതി എൻ്റെ പ്രിയ വൈഫ് ഈ ലോകത്തിൽ നിന്ന് പെട്ടെന്ന് മാറ്റപ്പെട്ടു. അപ്രതീക്ഷിതമായ ഒരു സമയത്താണ് ഒരു 2 മണിക്കൂർ കൊണ്ട് എന്നിൽ നിന്നും വേർപെടുവാനിടയായി. അങ്ങനെ മരിക്കത്തക്കണ ഒരു രോഗമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. രാത്രി 9:30 ആയപ്പോൾ തൻ്റെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് വയറ്റ് വേദന രൂക്ഷമായിട്ട് വന്ന് ഇങ്ങനെ പെട്ടെന്ന് എന്നെ വിളിച്ചു. ഞാൻ എൻ്റെ മുറിയിൽ പ്രയാണിൽ കയറാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിരിക്കുമ്പോഴാണ് വയറ്റ് വേദന എല്ലാം കഴിച്ചതിൻ്റെ ആയിരിക്കും, വലിയ ഇൻഡൈജഷൻ അയക്കുന്നുണ്ട് വിചാരിച്ച് വയറ് തിരുമ്മി കുറച്ച് ഒരു അരമണിക്കൂർ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. അവളൊരു നേഴ്സാണ്. ഹോസ്പിറ്റലിൽ പോയി എമർജൻസി പോയത്തക്കണമൊന്നും ഇല്ലല്ലോ അങ്ങനെയെല്ലാം പറഞ്ഞ് അങ്ങനെ ഇരുന്ന് ഞാൻ 1 മണിക്കൂർ വയറ് തിരുമ്മി ചൂടുവെള്ളം എല്ലാം കൊടുത്തു, എല്ലാം തിരുമ്മി ഇടയ്ക്ക് ഛർദ്ദിച്ചു. എന്നാലും ഒരു ഹാർട്ട് അറ്റാക്ക് ആണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അവൾക്ക് അറിഞ്ഞുകൂടാ, എനിക്കും അറിഞ്ഞുകൂടാ, ആർക്കുമില്ല. മണി 10:30 11 മണിയായി. ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ആംബുലൻസ് വിളിക്കട്ടെ പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അവൾക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം ഒട്ടും ഇഷ്ടമല്ല. നേരത്തെ തന്നെ പറഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ എന്നെ റീഹാബിലോ വെന്റിലേറ്ററിലൊന്നും ഇട്ടേക്കല്ലേ എന്നെല്ലാം എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാം കേട്ടുവെങ്കിൽ തന്നെയും അങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, എൻ്റെ മരുമോനും മോളും അടുത്തുണ്ട്, പെട്ടെന്ന് ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞു. ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് ഓൺ ദ വേയിലാണ്. ഞാൻ താഴെ പോയി ഡ്രസ്സ് ചെയ്ത് പാൻറ് കൂടെ പോകാനായിട്ട് എൻ്റെ പാൻറ്റും ജാക്കറ്റും ഇട്ട് വന്നപ്പോഴത്തേന് ആൾ പോയി കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് മാത്രം കഷ്ടിച്ച് ഒരു 3-4 മിനിറ്റ് ഞാൻ ഡ്രസ്സ് ചെയ്തേ ഉള്ളൂ. വന്നപ്പോഴത്തേന് തല ചായച്ച് ബെഡേൽ തലകണയിൽ തല ചായച്ചിരിപ്പുണ്ട്. എൻ്റെ മോൾ ഓടി വന്ന് മമ്മീന്ന് വിളിച്ചിട്ട് ഓരോ റെസ്പോൺസ് ഇല്ല. ഞാൻ ഈ EMT കോഴ്സ് എടുത്തുകൊണ്ട് എനിക്ക് CPR ഒക്കെ ചെയ്യാൻ അറിയാം. പെട്ടെന്ന് തന്നെ എൻ്റെ മരുമോൻ്റെ ജ്യേഷ്ഠനും വൈഫും വന്നു ഓടി. വലിയ അടുത്ത താമസമുണ്ട്. ഞങ്ങൾ താഴെ കിടത്തി CPR കൊടുത്തു. CPR കൊടുത്തുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം മൗത്ത് ടു മൗത്ത് എയർ കൊടുത്തു. വായിന്ന് കുറച്ച് തുമ്മലും കുറച്ച് പതയും ഒക്കെ വന്നു. ഞാനെടുത്ത് കളഞ്ഞ് പിന്നെയും കൊടുത്തു. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആംബുലൻസുകാരെല്ലാം വരികയും ചെയ്തു. പിന്നെ അവർ ടേക്ക് ഓവർ ചെയ്തു. പൾസ് ഇല്ല, ബ്രീത്തിങ് ഇല്ല, ആൾ പോയി കഴിഞ്ഞു. അങ്ങനെ ഒരു വലിയ വേർപാടിൻ്റെ ദുഃഖത്തിൽ കഴിഞ്ഞ 3 മാസം ചെല്ലുവാനുമായിരിക്കാനിടയായിരുന്നു. ദൈവങ്ങളുടെ പ്രാർത്ഥന, സഹകരണം എല്ലാം എനിക്ക് ബലമാണ്. പെട്ടെന്ന് പോയി ആർക്കും 1 മിനിറ്റ് പോലും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നും കൊടുത്തില്ല. 2 മണിക്കൂർ ഞാൻ മാത്രം ഏകദേശം അടുത്തിരുന്നു. ഏകദേശം 1.5-2 മണിക്കൂർ. അങ്ങനെ കർത്താവിൻ്റെ സന്നിധി അവിടെ ചേർക്കപ്പെട്ടു. ദൈവവചനത്തിൽ ആശ്രയിപ്പാനും ദൈവവചനം സൃഷ്ടിക്കുന്നതുകൊണ്ട് ഈ വചനത്തിലുള്ള ആശ്വാസം കണ്ടെത്തുവാൻ ദൈവം സഹായിച്ചു. നമ്മുടെ എല്ലാവരുടെയും വിലയേറിയ പ്രാർത്ഥനയ്ക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്ത മകൻ 2 വർഷം മുമ്പ് ഹാർട്ട് അറ്റാക്കായിട്ട് ഈ ലോകത്തിൽ മാറ്റപ്പെട്ടു. 2 വർഷമായി. രണ്ടാമത്തെ മകനാണ്. അവന് 3 കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ മകൾ ഇവിടെ അമേരിക്കയിൽ ജനിച്ചവളാണ്. 40 വയസ്സായി. അവൾക്ക് 20 വയസ്സുള്ള ഒരു മകനുണ്ട്, കൊച്ചുമകൻ. അവർ എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നത്.
ദൈവം ഇത്രത്തോളം നമ്മളെ അനുഗ്രഹിച്ചല്ലോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ 1961 ജോയിൻ ചെയ്തു. ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ കാൺപൂരായിരിക്കുമ്പോൾ 1963 ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അവിടെ ചെന്ന് ദൈവാത്മാവിൽ നിറയുവാനിടയായി. അതിനുശേഷം മദ്രാസ്, പിന്നെ ഡൽഹി, ചണ്ഡീഗഡ്, പിന്നെ ദേവലാലി, നാസിക്കിനടുത്ത് ബോംബെക്കടുത്ത് ദേവലാലി, ഈ സ്ഥലങ്ങളിൽ 15 വർഷക്കാലം ഞാൻ സെർവ് ചെയ്തതിനു ശേഷം റിട്ടയറായി. 1976 റിട്ടയറായി. എൻ്റെ വൈഫ് 1973 അമേരിക്ക വന്നതാണ്. അപ്പം ഞാൻ റിട്ടയറായി 2 കുഞ്ഞുങ്ങളുമായിട്ടാണ് അമേരിക്കയിൽ 78 മാർച്ചിലൂടെ വരുന്നത്. 78 മാർച്ചിൽ. അപ്പം ഏകദേശം 47 വർഷം കഴിഞ്ഞു. സ്തോത്രം. അമേരിക്കയിലായിപ്പാൻ ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ 2006 എനിക്കൊരു ഹാർട്ടിൻ്റെ ബൈപ്പാസ്, എനിക്കങ്ങനെ ചെറിയ ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നാൽ എനിക്ക് പ്രോസ്റ്റേറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നതുകൊണ്ട് അത് സർജറി ചെയ്യാൻ വേണ്ടി അവരെന്നെ ഒരു ചെക്കപ്പിന് വിട്ടു, ഹാർട്ടിൻ്റെ. അപ്പോൾ അതിൻ്റെ ചെക്കപ്പ് ചെയ്തപ്പോഴാണ് അവർ കണ്ടുപിടിച്ചത് ചെറിയ മൈനറായിട്ട് എനിക്കൊരു അറ്റാക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. അതിൻ്റെ റീഡിങ്ങിൽ മനസ്സിലായി. അങ്ങനെ വീണ്ടും എന്നെ ചെക്കപ്പ് ചെയ്തു. ചെക്കപ്പ് ചെയ്തപ്പോൾ എൻ്റെ 80% ഹാർട്ട് പോയി. അതുകൊണ്ട് സ്റ്റെൻഡ് ഇടാൻ നോക്കത്തില്ല. വീണ്ടും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തു. ഇവിടുത്തെ നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി എല്ലാം കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ബൈപ്പാസേ ഉള്ളൂ. അങ്ങനെ 2006 എൻ്റെ ഹാർട്ടിൻ്റെ 4 ബൈപ്പാസ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. 2006 സ്തോത്രം. 18 വർഷം കഴിഞ്ഞു. ദൈവം ഇത്രത്തോളം ആരോഗ്യത്തോടെ ദൈവം നിർത്തിയോ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സ്തോത്രം. അങ്ങനെ ആ ബൈപ്പാസ് സർജറി കഴിഞ്ഞ് 3 മാസം എനിക്ക് റെസ്റ്റ് ഉണ്ട്. അങ്ങനെ ഭവനത്തിലായിരിക്കുമ്പോഴാണ്, ഉറങ്ങാൻ കഴിയുന്നില്ല. രാത്രിയിൽ ഒട്ടും ഉറക്കമില്ല. കാരണം ഒരു 4 മണിയാകുമ്പോൾ അരമണിക്കൂർ റെസ്റ്റ് കിട്ടിയാൽ പിന്നെ അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ പറഞ്ഞു എഴുതാൻ പറഞ്ഞു. അപ്പോൾ എഴുതാൻ പറഞ്ഞപ്പോൾ എൻ്റെ നേരത്തെ തന്നെ ഒരു നല്ലൊരു വിഷയം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ദൈവേഷ്ടം, ദ വിൽ ഓഫ് ഗോഡ് എന്നുള്ള ഒരു വിഷയം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ച് എഴുതാൻ പറഞ്ഞതിനെ കുറിച്ച്. അപ്പോൾ ഞാനിരുന്ന് എഴുതി, എന്തുമാണ് ദൈവ ഇഷ്ടം? ദൈവത്തിൻ്റെ ഇഷ്ടം എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവന് ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നുള്ള വാക്യം എന്നോട് സംസാരിച്ചു. സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലാണത്. അപ്പോൾ എന്താണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം? അത് ജനത്തിനെ അറിയിച്ചു കൊടുക്കണമല്ലോ. അത് ഞാൻ പഠിച്ചു. തിരുവനന്തപുരത്തിലൂടെ ഞാൻ പഠിച്ച് അതിന് ശേഷമായിട്ട് ഓരോ സബ്ജക്റ്റായിട്ട് എഴുതാൻ തുടങ്ങി. അത് 285 പേജോളം വരുന്ന ഒരു ബുക്ക് ആയിട്ട്, സമ്പൂർണ്ണ ദൈവേഷ്ടം, അതാണ് എൻ്റെ ആദ്യത്തെ ബുക്ക്. ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് എന്നുള്ള ഹെഡിങ്ങിൽ അത് പബ്ലിഷ് ചെയ്യാനിടയായി. അതിൻ്റെ കോപ്പി അനേകർക്ക് വിതരണം ചെയ്തു. പിന്നെയും ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രേരിപ്പിച്ചു. അങ്ങനെ ഓരോ പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങി. കർത്തദാസന്മാരുടെ പ്രാർത്ഥനയാണ് ഇനി അനേക പുസ്തകങ്ങൾ എഴുതാൻ ദൈവം കൃപ തരട്ടെ എന്നങ്ങനെ അവിടെ പ്രാർത്ഥന ഫലിച്ചു. ഇപ്പോൾ 11ാമത്തെ സ്തോത്രം പുസ്തകമാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ കഴിഞ്ഞ മാസം കിട്ടിയ ഇതിൻ്റെ ഹെഡിങ് ചെറിയ പുസ്തകമാണ്. കർത്തദാസൻ പറഞ്ഞ പോലെ നിത്യജീവന് വേണ്ടി നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തോടു കൂടി ഒരു ചെറിയ പുസ്തകം, 24 പേജ് വരുന്ന ഒരു പുസ്തകം സുവിശേഷ വേലയ്ക്ക് വേണ്ടി എഴുതി ഏകദേശം ഒരു 30,000 കോപ്പി പ്രിന്റ് ചെയ്ത് ഏകദേശം 1.5 ലക്ഷം രൂപയോളം മുടക്കി പ്രിന്റ് ചെയ്ത് അത് മലബാർ ആ ഏരിയയിൽ ഉള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ദാസന് കൊടുക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്തോത്രം. മറ്റു കോപ്പികൾ എൻ്റെ അധികമില്ല. ഒരു 10 പുസ്തകം, ഇത് 11ാമത്തെയാണ്. അപ്പോൾ അതിന് ഒരു പുസ്തകം കൂടി ഇപ്പോൾ എഴുതാൻ വേണ്ടി ഞാൻ ഓൾമോസ്റ്റ് അതിന് 95%
എഴുതി തീർന്നിരിക്കുകയാണ്. അതും താമസിയാതെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കർത്താവ് ദാസൻ പറഞ്ഞ പോലെ സുവിശേഷത്തിന് വേണ്ടി എന്തൊരു ഭാഗഭാക്കാകണം, എന്നെ രക്ഷിച്ച കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. അല്ലാതെ പേരോ പെരുമയ്ക്കോ ഒന്നുമല്ല. ഈ 10 പുസ്തകങ്ങൾ സുവിശേഷവിലയ്ക്ക് വേണ്ടി ഞാൻ എഴുതി എൻ്റെ കയ്യിൽ നിന്ന് തന്നെ കാശ് മുടക്കി പബ്ലിഷ് ചെയ്ത് എല്ലാം സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയ പുസ്തകം എഴുതി ചെറിയ ചെറിയ പുസ്തകങ്ങൾ എഴുതാനുള്ള ആത്മപ്രേരണയാണ് ഉള്ളത്. കർത്താവിൻ്റെ സ്തോത്രം. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ഞാൻ അതിനുവേണ്ടി അപേക്ഷിക്കുന്നു. സ്തോത്രം. നിങ്ങൾക്ക് എൻ്റെ കയ്യിലുള്ള കുറച്ച് കോപ്പികളുണ്ട്. മറ്റു പുസ്തകങ്ങളും ഇനിയും നാട്ടിൽ നിന്ന് കുറച്ച് പുസ്തകങ്ങൾ വരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. വന്നാൽ ആവശ്യമുള്ളവർക്ക് ഞാൻ ഒടുവിലായിട്ട് എഴുതിയ പുസ്തകം വിലയേറിയ മനുഷ്യാത്മാവ് എന്നുള്ളൊരു പുസ്തകം, അത് കർത്താവിൻ്റെ വിലയേറിയദാസൻ ജോൺസൺ പാസ്റ്ററും അതിനുവേണ്ട ഗൈഡൻസ് എനിക്ക് തന്നു. അതൊക്കെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ, കർത്താവിന് വേണ്ടി തന്നിരിക്കുന്ന കൃപകൾ നമ്മൾ വിനിയോഗിക്കണം. താലന്ത് 1, 2, 5 താലന്ത് തന്ന കാര്യം നമുക്കറിയാമല്ലോ. നമ്മൾ പൂഴ്ത്തി വെക്കാൻ പാടില്ല. അത് ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ നല്ലവനും വിശ്വസമായ ദാസി എന്നുള്ള വിളിക്ക് നമ്മൾ യോഗ്യരാകത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് മുഖവരിയായി ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. കർത്താവിന്റെ സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇനിയും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇനി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലാണ്. എസെക്കിയേലിന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ സ്തോത്രം, അതിന്റെ 30-ാമത്തെ വാക്യമാണ് കുറിവാക്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ആരെങ്കിലും വായിച്ചു തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ആലീസ് ഉണ്ടല്ലോ ലൈനിലല്ലേ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാനും. ആകയാൽ ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എന്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു. അവരുടെ മതി. സ്തോത്രം. ഇത് നമ്മുടെ പ്രാർത്ഥനയുടെ ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കണം. ഇവിടെ തിരുവേദനം പറയുന്നു, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം, ഞാൻ ദേശത്തെ നശിപ്പിക്കും. അത് നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കണം. അത് ഞാൻ ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. സ്തോത്രം. ഈ ദേശത്തെ നശിപ്പിക്കുക എന്നുള്ള കാര്യം, ദേശത്തെ നശിപ്പിക്കാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ദേശത്തെ ദൈവം നശിപ്പിക്കുന്നത്? ദേശം എന്ന് പറയുമ്പോൾ ജനങ്ങളെ, യെശയ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായത്തിലെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യെശയ്യാവ് 13:11. സ്തോത്രം. ഞാൻ ഭൂതലത്തെ ദോഷം നിമിത്തവും ദുഷ്ടന്മാരെ അവരുടെ അകൃത്യം നിമിത്തവും സന്ദർശിക്കും. ഗർവത്തെ ഞാൻ ഇല്ലാതെയാക്കും, ഉഗ്രന്മാരുടെ നിഗമത്തെ താഴ്ത്തും. മതി. അപ്പോ ഞാൻ ഭൂതലത്തെ ദോഷ നിമിത്തവും ദുഷ്ടന്മാരെ അവിടെ അകൃത്യ നിമിത്തവും സന്ദർശിക്കും. ഇന്ന് ലോകത്തിൽ നോക്കുമ്പോൾ അനീതി, അക്രമം, അശുദ്ധി എന്ന് വേണ്ട എല്ലാം വിളയാടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ദൈവജനത്തിൻ്റെ ഇടയിൽ പോലും പ്രൈസ് ദി ലോർഡ് വേണ്ടവണ്ണം ഭക്തിയോ വിശ്വാസം ഇല്ലാതെ ആയിരിക്കുന്ന അവസ്ഥയാണ്. സ്തോത്രം. യെശയ്യാ 26-21 വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ട് കർത്താവിന്റെ ദാസനെ. 26-21. സ്തോത്രം. യഹോവ ഭൂവാസികളെ അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിപ്പാൻ തൻ്റെ സ്ഥലത്തു നിന്നിതാ വരുന്നു. അപ്പം ദേശത്തെ ദൈവം നശിപ്പിക്കാനുള്ള കാരണം ഭൂവാസികളുടെ അകൃത്യം, ദേശനിവാസികളുടെ പാപം പെരുകിക്കൊണ്ടിരിക്കുന്നു.
അശുദ്ധി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അനീതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയാതെ നമുക്കറിയാം, ഇന്ന് ദേശത്തെ എല്ലായിടത്തും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ, കേരളത്തിൽ പോലും നടക്കുന്ന കാര്യം എന്താണ് നമുക്കറിയാം. സ്തോത്രം. അപ്പം ഈ ദൈവം ദേശത്തെ നശിപ്പിക്കാനുള്ള കാരണം, സ്തോത്രം, ജനത്തിന്റെ പാപമാണ്, അകൃത്യമാണ്. പുരാതന ലോകത്തെ ദൈവം നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ, സ്തോത്രം, ദൈവം പറയാണ്, സ്തോത്രം, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത്രേ എന്ന് യഹോവ കണ്ടു. അപ്പോൾ നോക്കണേ, പുരാതന ലോകത്തെ ദൈവം നോക്കപ്പോൾ ഇതാണ് കണ്ടത്. സ്തോത്രം. അവിടെ മനുഷ്യന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ. അതിൻ്റെയൊക്കെ അർത്ഥമുണ്ട്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടിട്ടും മനുഷ്യർ ജഡീകരായി, ജഡത്തിന് വേണ്ടി, ജഡസുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന അവസ്ഥയിലേക്ക് തീർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവം നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നോഹയോട് പറഞ്ഞു, നോഹേ, ഈ ജനത്തെ ഞാൻ നശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. കാര്യങ്ങളൊക്കെ അറിയാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നോഹയ്ക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. നീ ഒരു പെട്ടകം ഉണ്ടാക്കണം, ഞാൻ പറയുന്ന രീതിയിൽ ആ പെട്ടകം ഉണ്ടാക്കണം. സ്തോത്രം. നോഹയെക്കുറിച്ച് നമുക്ക് നീതിപ്രസംഗിയായ നോഹ ഈ പെട്ടകം പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് ജനത്തോട് ദൈവം നോഹ അറിയിച്ചുകൊണ്ടിരുന്നു. അന്ന് വരെ മഴ പെയ്തിരുന്നില്ല. ജലപ്രളയം എന്താണെന്ന് അവർക്കറിഞ്ഞില്ല. താൻ ദൈവത്തിന്റെ ആലോചന ജനത്തോടെ അറിയിച്ചു. ദൈവം ന്യായവിധി അയക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ ദുർഭാഗ്യങ്ങളെ വിട്ട് ദൈവത്തിന്റെ വഴിയിലേക്ക് വാ. അവരാരും വന്നില്ല. ഏകദേശം കണക്കനുസരിച്ച് 100 വർഷം ഈ നോഹ വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള അരുളപ്പാട് ജനത്തോട് അറിയിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആരും കേട്ടില്ല. തന്നെ കളിയാക്കി. പെട്ടെന്ന് ഒരു പുറകെ പണി നടക്കുന്നുണ്ട്, അത് മനുഷ്യർ കാണുന്നുണ്ട്. ഒരു പുറകെ നോഹ വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. അതിന്റെ ഉൽപ്പത്തി 5-ാം അധ്യായത്തിൽ നമുക്കറിയാം, അതിന്റെ 30-ാം വാക്യം വായിക്കാൻ, നോഹയെ ജനിപ്പിച്ച ശേഷം ലാമേക്ക് 590 സംവത്സരം ജീവിച്ചിരുന്ന് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. അപ്പൊ നോഹയ്ക്ക് സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട് അവന്റെ കുടുംബത്തിൽ. എന്നാൽ ഈ പെട്ടകത്തിൽ ഒരൊറ്റ ഒരെണ്ണം പോലും കയറിയില്ല. തൻ്റെ കുടുംബത്തിൽ ഒരെണ്ണം പോലും കയറിയില്ല. തൻ്റെ ഭാര്യയും തൻ്റെ 3 ആൺമക്കളും അവിടെ ഭാര്യമാര്. സ്തോത്രം. അങ്ങനെ 8 പേര് മാത്രമേ ഈ പെട്ടകത്തിൽ കയറിയുള്ളൂ. നോക്കണേ അന്നത്തെ ലോകത്തിന്റെ ഗതി. അപ്പോൾ ലോകത്തെ നശിപ്പിക്കുവാൻ തക്ക കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജനത്തിന്റെ പാപം, മറ്റൊന്നുമല്ല. ഇന്ന് പാപം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അനീതി പെരുകിക്കൊണ്ടിരിക്കുന്നു. ദുഷ്ടത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ന്യായമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം ദൈവദാസന്മാരെ മർദ്ദിക്കുന്നു, ജയിലടയ്ക്കുന്നു, കൊല്ലുന്നു, എന്തെല്ലാം നടക്കുന്നു. ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ട് ചുമ്മാ ഇരിക്കുന്നതാണെന്ന് വിചാരിക്കുന്നത്? ഇല്ല. പ്രൈസ് ദി ലോർഡ്. പത്രോസിന്റെ ലേഖനത്തിൽ നമുക്കറിയാം, പണ്ടുണ്ടായിരുന്ന ലോകത്തെ ദൈവം ജലപ്രളയത്താൽ നശിപ്പിച്ചുവെങ്കിൽ 2:3-7 ഇപ്പോഴത്തെ ആകാശം ഭൂമി അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. അന്ന് ജലപ്രളയം കൊണ്ട് ലോകത്തെ നശിപ്പിച്ചുവെങ്കിൽ ഇപ്പോഴത്തെ ആകാശം ഭൂമിയും തീക്കായി സൂക്ഷിച്ചിരിക്കുന്ന കർത്താവിന്റെ വലിയ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ ഈ ദേശത്തെ നശിപ്പിക്കാതെ വേണം അതിന് മതിൽ കെട്ടണം. പ്രൈസ് ദി ലോർഡ്. മതിൽ കെട്ടിയിട്ട് അതിൻ്റെ ഇടിവിൽ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടിയാണ് നമ്മളെ ആക്കിയിരിക്കുന്നത്. സ്തോത്രം. അതാണ് നമ്മുടെ വിഷയം. ഹല്ലേലൂയ. അവിടെ പറയുമ്പോൾ അവിടെ ഇത് യെരമ്യാവിന്റെ കാലത്ത്, എസെക്കിയേലിന്റെ കാലത്താണ് ഈ സംഭവം നടന്നത്. യെരൂശലേമിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. യെരൂശലേം നിവാസികൾ വിഗ്രഹാരാധിയായി
അവർ ദൈവത്തിന് വഴിയിൽ നടക്കാതിരുന്നപ്പോൾ നമുക്കറിയാമല്ലോ, നെബൂഖദ്നേസറിന്റെ കയ്യിൽ അതിനെ ദേശത്തെ ഏൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെ ഒരു വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നത് യെരമ്യാവിന്റെ പുസ്തകം അതിന്റെ 14 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യെരമ്യാവിനോട് കർത്താവ് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. യെരമ്യാവിന്റെ 14 വാക്യത്തില് അവിടെ യെരമ്യാവുണ്ട്. അവിടെ യെരമ്യാവ് 11:14. ആകയാൽ നീ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത്, അവർക്ക് വേണ്ടി യാചന പക്ഷപാതമോ കഴിക്കുകയും വരുത്. അവർ അർത്ഥം നിമിത്തം എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കയില്ല. നോക്കണേ, അപ്പോൾ അതേ രീതിയിൽ ആ ഒരവസ്ഥയിലേക്കായി തീർന്നു. അവിടെ യെരമ്യാവ് ഉണ്ട്. സ്തോത്രം. എന്നാൽ യെരമ്യാവിനോട് കർത്താവ് പറയാണ്, നീ പ്രാർത്ഥിക്കണ്ട. ഹല്ലേലൂയ. ഇടിവിൽ നിന്ന് മോശ പ്രാർത്ഥിച്ചാൽ പോലും ഞാൻ കേൾക്കുകയില്ല. സ്തോത്രം എന്ന് അവിടെ വേറൊരുത്ത് പറയുന്നുണ്ട് കർത്താവിന്റെ. സ്തോത്രം. അപ്പോൾ അത്രമേൽ ഇവര് ദൈവത്തെ വിട്ടുമാറി. സ്തോത്രം. ഹല്ലേലൂയ. ആ അവസ്ഥയെക്കുറിച്ചാണ് കാണുന്നത് കർത്താവിന്റെ. സ്തോത്രം. ഇവിടെ ഈ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യം നമുക്ക് അറിയാമല്ലോ. സ്തോത്രം. എന്താണ് മതില്? ഈ മതിലിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, സ്തോത്രം, നമുക്കറിയാമല്ലോ, അത് സേഫ്റ്റിക്ക് വേണ്ടിയാ. സേഫ്റ്റി, അത് സെക്യൂർ ചെയ്യുന്ന, സേഫ്റ്റി ആൻഡ് സെക്യൂർ. അതിനുവേണ്ടിയാണല്ലോ മതിൽ കെട്ടുന്നത്. നമുക്കറിയാം, പട്ടണത്തിന് ചുറ്റും മതിൽ കെട്ടിട്ടുണ്ട്. നമ്മുടെ എന്തിനു പറയും, നമ്മുടെ വീടിന് ചുറ്റും നമ്മൾ ഫെൻസ് ഇട്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? സ്തോത്രം. അതിന്റെ അർത്ഥം ഇതെന്റെ ഓണർഷിപ്പാണ്, എന്റെയാണ്. ഇതിന് ചുറ്റും നമ്മൾ മതിൽ കെട്ടിയതിന്റെ കാരണം ഈ മതിൽ കടന്ന് നോ ട്രസ്പാസിങ് അല്ലേ? അതാരും ഇതിൻ്റെ അകത്ത് ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. എൻ്റെ ഓണർഷിപ്പിലുള്ളതാണ് എൻ്റെ ഈ പ്രോപ്പർട്ടി. അതുകൊണ്ട് ആരും ട്രസ്പാസ് ചെയ്യാൻ പാടില്ല, അതിക്രമിച്ച് കടക്കുവാൻ പാടില്ല. ഇതൊക്കെയാണ് ആ ഈ മതിലിന്റെ അർത്ഥം നമ്മൾ കാണുന്നുണ്ട് കർത്താവിന്റെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സോദോം ഗൊമോറയെ ദൈവം നശിപ്പിച്ചു. ആ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം ആ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലുണ്ട്. നമുക്ക് അറിയാവുന്ന വാക്യമാണ്. അവിടുത്തെ ജനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവിടെ നീചന്മാര്, ദുഷ്ടന്മാര്, മഹാപാപികളാണ്. സോദോം ഗൊമോറയെ ആ ദേശത്തെ ദൈവം നശിപ്പിച്ചു. കർത്താവിന്റെ സ്തോത്രം. എന്നാൽ സ്തോത്രം, ആ നീനവേ പട്ടണത്തെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു. അവിടെ യോനോട് പറഞ്ഞു, അഗൈൻസ്റ്റ് പോയി വളരെ സംസാരിക്കാൻ പറഞ്ഞു. ആ കാര്യമൊക്കെ അറിയാം. അവിടേക്ക് നീനവേ പട്ടണത്തിലെ ജനത്തെക്കുറിച്ചാണ് 1-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ ദുഷ്ടന്മാരായിരുന്നു. എന്നാൽ യോന പോയി പ്രസംഗിച്ചു. ആദ്യമൊക്കെ അതിന് അനുസരണക്കേട് കാണിച്ചുവെങ്കിലും താൻ പ്രസംഗിച്ചു. ജനം അത് കേട്ടു. രാജാവ് മുതൽ ഏറ്റവും താണ വ്യക്തി വരെയും മൃഗങ്ങൾ വരെയും ഉപസിച്ച് തങ്ങള് അവരുടെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞതുകൊണ്ട് ദൈവം ആ പട്ടണത്തെ വിടുവിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദേശത്തെ നശിപ്പിക്കുന്നതിന്റെ കാരണം ഇതാണ്, പാപം, പാപം, പാപം. പ്രൈസ് ദി ലോർഡ്. ഈ സോദോം ഗൊമോറയെ നശിക്കുന്ന മുമ്പായിട്ട് നമുക്കറിയാം, അബ്രഹാം ആ ഇടിവിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലാണ്. അത് നമുക്കറിയാവുന്ന വിഷയമാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാം, ദൈവം പറഞ്ഞു, ഞാൻ ചെയ്യാൻ പോകുന്ന അബ്രഹാമിനെ മറച്ചു വെക്കുമോ? ഇല്ല. അവിടെ 18-ാം അധ്യായത്തിൽ ആ നല്ല അതിഥി സൽക്കാരം എല്ലാം കഴിഞ്ഞ ശേഷമായിട്ട് ഇതാ യഹോവ അബ്രഹാമോട് സംസാരിക്കുകയാണ്. സ്തോത്രം. അവിടെ അബ്രഹാം ഇടിവിൽ നിന്ന് ദൈവത്തോട് പറയാണ്, കർത്താവേ, നീ നീതിമാന്മാരോട് ദുഷ്ടന്മാരോട് നീതിമാന്മാരെ നീ നശിപ്പിക്കുമോ? ഇല്ല. ഒടുവിൽ അവിടെ നമുക്കറിയാം 50 നീതിമാന്മാർ ആ പട്ടണത്തിലുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കുമോ കർത്താവ്? ഒരു വലിയ കർത്താവ് പറഞ്ഞില്ല. ഒടുവിൽ വന്ന് 40-ആയി 30-ആയി ലാസ്റ്റിൽ 10 നീതിമാന്മാരുണ്ട്. ഇത് എന്തിനു വേണ്ടി ചോദിച്ചാൽ തൻ്റെ സഹോദരപുത്രനായ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, അവിടെ ലോത്ത് അവിടെ താമസിക്കുന്നുണ്ട്. തൻ്റെ ഹൃദയത്തിൽ ആ ലോത്തിനെ വെച്ചുകൊണ്ടാണ് താൻ ഈ ബാർഗെയിൻ ചെയ്യുന്നത്. സ്തോത്രം. കർത്താവ് അവിടെ 10 നീതിമാന്മാരുണ്ടെങ്കിൽ അവരുടെ നിമിത്തം ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് നമുക്കറിയാം പ്രിയമുള്ളവരെ. സ്തോത്രം. ഹല്ലേലൂയ.
ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ ഇടിവിൽ നിൽക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. കർത്താവിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സമയം മുമ്പോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ ഈ നെഹമ്യാവ് യെരുശലേമിന്റെ മതിൽ പണിയതിനെ കുറിച്ച് നമുക്കറിയാം. സ്തോത്രം. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലുണ്ട്. സ്തോത്രം. അതിലേക്ക് ഞാൻ ഡീറ്റെയിൽസ് കടന്നു പോകുന്നില്ല. ഒരു വലിയ പണിയിലേക്ക് താൻ ഏർപ്പെട്ടു. സ്തോത്രം. അവിടെ നമുക്കറിയാം സൻബല്ലത്തും തോബിയാവും വന്നിട്ട് അവിടെ ഇവരെ നിരുത്സാഹപ്പെടുത്തുകയും ഒത്തിരി ശത്രുക്കളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അതൊന്നും വകവെക്കാതെ അവിടെ നെഹമ്യാവ് ആളുകളുമായി പണിയുന്നതിനെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ പഠിക്കേണ്ട വിഷയങ്ങളാണ്. സ്തോത്രം. ദൈവമക്കളെ, അത് പരിജ്ഞാനമുള്ള ദൈവമക്കളാണല്ലോ എന്നെ കേൾക്കുന്നത്. അതുകൊണ്ട് നിങ്ങളത് ചിന്തിക്കുക. ഈ നമ്മുടെ വിഷയത്തിൽ ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വേണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന്. സ്തോത്രം. മതിൽ കെട്ടുക. സ്തോത്രം. ഞാൻ കെട്ടേണ്ട ചില മതിൽ എൻ്റെ ഉണ്ട്. ഞാൻ തീരുമാനിച്ച പിന്നീട് വായിക്കാം. എന്നാൽ യഹോവ തൻ്റെ ജനത്തിന് വേണ്ടി കെട്ടിയ ചില മതിലുകളെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ കാണുമെന്ന് തോന്നുന്നില്ല. അടുത്ത ആഴ്ച ഞാൻ എൻ്റെ ബാക്കി സംസാരിക്കാം. യഹോവ നമുക്ക് വേണ്ടി കെട്ടിയ ചില മതിലുകൾ. സ്തോത്രം. സ്തോത്രം. അതേക്കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് അടുത്ത നാം കെട്ടേണ്ട മതിലിനെ കുറിച്ച് പിന്നീട് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. സെക്കര്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ വരുമ്പോൾ സെക്കര്യാവ് 2:5. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2:5. സെക്കര്യാവ് 2:5. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീ മതിലായിരിക്കും, ഞാൻ അതിന് നടുവിൽ മഹത്വമായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ അരുളിച്ചെയ്യാണ്, ഞാൻ അതിന് ചുറ്റും എന്തായിരിക്കും? തീ മതിലായിരിക്കും. യഹോവ തീ മതിലായി തന്റെ ജനത്തിന് ആയിരിക്കുന്ന സംഭവങ്ങൾ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, ഇവിടെ തന്റെ ജനത്തെ ഫറവോന്റെ അടിമത്വത്തിൽ നിന്നും ദൈവം വിടുവിച്ചപ്പോൾ ഹല്ലേലൂയ, ഫറവോന്റെ ഭൃത്യന്മാരെല്ലാം വന്നിട്ട് പറയാണ്, നാം കാണിച്ച ഭോഷത്വം ചെയ്ത് നമ്മൾ ആരാ ഇനി നമ്മുടെ അടിമ വേല ചെയ്യുന്ന ഇനി ആരാ? സ്തോത്രം. അവിടെ വേറെ ഉണ്ട്. അവിടെ പറഞ്ഞ കർത്താവ് ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയെന്ന് അവിടെ പറഞ്ഞു. സ്തോത്രം. അവിടെ നമുക്ക് കാണുന്ന 14-ാം അധ്യായത്തിലേക്ക് വരും, പുറപ്പാട് 14-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇതാ ഫറവോനും തൻ്റെ 14-7 വായിക്കുമ്പോൾ, പിന്നെ അവൻ രഥം കെട്ടിച്ചു, പടജനത്തെയും വിശേഷപ്പെട്ട 600 രഥങ്ങളെയും മിസ്രൈമിലെ സകല രഥങ്ങളെയും അവയ്ക്ക് വേണ്ടുന്ന തേരാളികളെയും കൂട്ടി ഇതാ ഇസ്രായേൽ മക്കളെ പിന്തുടരുകയാണ് ചെയ്യുന്നത്. ഫറവോൻ നോക്കണേ, മിസ്രൈമിലെ സകല രഥങ്ങളും ഏറ്റവും ടോപ്പ് മോസ്റ്റ് വിശേഷപ്പെട്ടെന്ന് വെച്ചാൽ ഏറ്റവും ഭയങ്കര നല്ല എന്തുവാ പറയുക, ടോപ്പ് മോസ്റ്റ് കുതിരപ്പട രഥത്തെ കിട്ടിക്കൊണ്ടാണ് ഈ ഇസ്രായേൽ മക്കളെ അവിടെ എന്തുണ്ട് പിന്തുടരുകയാണ് ഫറവോൻ. എന്ത് സംഭവിച്ചു? കർത്താവിന്റെ സ്തോത്രം. ഇവിടെ ഇതാ ചെങ്കടലിന്റെ മുമ്പിൽ ജനം വന്ന് പാളയം അടിച്ച് കിടക്കുകയാണ്. സ്തോത്രം. ഞാൻ അതിനെക്കുറിച്ചൊക്കെ ധ്യാനിച്ച് ഈ ദിവസങ്ങളൊക്കെ അതിനെക്കുറിച്ച്, ദൈവത്തിന് വേറെ വഴിയില്ലായിരുന്നോ ഈ ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകാൻ? എന്തിനാണ് ഈ ചെങ്കടലിന്റെ തീരത്തൂടെ എന്തിനാ ദൈവം കൊണ്ടുപോയത്? സ്തോത്രം. ഇതിനൊക്കെ ദൈവത്തിന് ആലോചന ഉണ്ട് കേട്ടോ. നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മുടെ വഴികളല്ല യഹോവയുടെ വഴികൾ. ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ ജനം അവിടെ പാളയം അടിച്ച് കിടക്കുമ്പോൾ തലപൊക്കി നോക്കിയപ്പോഴാണ് ആര് വരുന്നത് കണ്ടു? പ്രൈസ് ദി ലോർഡ്. ഫറവോനും അവന്റെ സൈന്യവും ഇതാ രഥങ്ങള് ആദ്യ സ്പീഡില് എല്ലാ പടജനമായിട്ട് വരിക. നോക്കുമ്പോൾ വലിയ പൂഴിയും പറത്തിക്കൊണ്ടാണ് വരുന്നത്. കർത്താവിന്റെ സ്തോത്രം. ജനം പേടിച്ച് മോശയോടെ നിലവിളിക്കാണ് ചെയ്യുന്നത്. സ്തോത്രം. അയ്യോ, എന്തിനാ ഞങ്ങളെ അവിടെ കൊണ്ടുവന്നത്? സ്തോത്രം.
ഞങ്ങൾ അവിടെ അവർക്ക് അടിമയായി അടിമപ്പണി ചെയ്യുന്നതായിരുന്നു ഇതിനേക്കാൾ നല്ലത്. സ്തോത്രം. കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾ 14-ാം അധ്യായത്തിൽ വായിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ 14-ാം അധ്യായത്തിന്റെ സ്തോത്രം അതിന്റെ 18-ാം വാക്യം. ഇങ്ങനെ ഞാൻ ഫറവോനിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയാകുന്നു എന്ന് മിസ്രയീമർ അറിയും. 20-ാം വാക്യം. രാത്രി മുഴുവനും മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേലിയുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവരുടെ മധ്യേ വന്നു. മേഘാരുമായിരുന്നു. അതെ, ഇവിടെ മതി കർത്താവിന്റെ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ അതിന്റെ 13-ാം അധ്യായത്തിൽ 21-ാം വാക്യമുണ്ട്. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിന് യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പോയിക്കൊണ്ടിരുന്ന യഹോവ ഇവിടെ എന്ത് സംഭവിച്ചു? ഫറവോനും അവന്റെ സൈന്യം വന്നപ്പോൾ ഹല്ലേലൂയ 20-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അവിടെ മുമ്പിൽ നിന്ന് മാറി, മേഘസ്തംഭം അവിടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രയീമ്യർക്ക് അവിടെ ഒരു യഹോവ ഒരു തീ മൈതലായിട്ട് തന്റെ ജനത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. കർത്താവിന്റെ സ്തോത്രം. നോക്കണേ, ഫറവോനും അവന്റെ വിശേഷപ്പെട്ട കുതിരപ്പടയുമായിട്ട് ഇവരെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോഴാണ് പറഞ്ഞത് ഇവിടെ യഹോവ നോക്കണേ, അവിടെ യഹോവ അവിടെ ദൂതൻ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കാണുന്ന വേറൊരു വിഷയമാണ്. ഇവിടെ മുമ്പായി നടന്ന ദൈവദൂതൻ അതിന്റെ 19-ാം വാക്യത്തിൽ അനന്തരം ഇസ്രായേലർക്ക് സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവിടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവിടെ മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേൽ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ നിന്നു. ഇവിടെ യഹോവ ഒരു മതിലായി, തീ മതിലായി തന്റെ ജനത്തെ പ്രൊട്ടക്ട് ചെയ്താണ് ഇവിടെ കാണുന്നത്. സ്തോത്രം. ഒരെണ്ണം പോലും, ഒരു മിസ്രയീമിലെ ഒരെണ്ണം കുതിരപ്പട പോലും ഇവരോട് അടുക്കാതെ വണ്ണം ഇവിടെ അതിന്റെ മധ്യേ വന്ന് ദൈവത്തിന്റെ ദൂതൻ എന്ന് പറഞ്ഞേക്കുന്നതിനെയും തിരുവനും പഠിക്കുമ്പോൾ അതാരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൂതനായി പ്രത്യക്ഷപ്പെട്ട യഹോവ. നിങ്ങൾ വായിക്കണം അതിന്റെ 13-ാം അധ്യായത്തിന് 21 പറഞ്ഞോട് പകൽ യാത്ര ചെയ്യാൻ തക്കണം അവർക്ക് നടക്കണം. അവർക്ക് യഹോവ അഗ്നിസ്തംഭത്തിൽ യഹോവ മുമ്പായി നടന്നു. യഹോവ എന്നാ പറഞ്ഞിരിക്കുന്നത് അവിടെ. സ്തോത്രം. അത് ഞാൻ ഈ വിഷയത്തോട് ബന്ധത്തിൽ പറയേണ്ട, അല്ലെങ്കിൽ തന്നെയും നിങ്ങൾ അറിവിന് വേണ്ടി മാത്രം പറഞ്ഞോളൂ. ഒരു സാധാരണ ദൂതനല്ല. എന്നാൽ അവിടെ നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ മിസ്രയീം സൈന്യത്തിനും ഇസ്രായേൽ മക്കളുടെ ഒരു വലിയ മതിലായിട്ട് എൻ്റെ കർത്താവ് അവിടെ തീർന്നു. ഇസ്രായേൽ മക്കള് മുഴുവനും സ്തോത്രം. നമുക്കറിയാം, മോശ കൈ നീട്ടി ചെങ്കടലിനെ വിഭാഗിച്ചു. രാത്രി മുഴുവനും ആ ചെങ്കടലിന്റെ നടുവിൽ കൂടെ ജനം നടക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ദൈവം തീ മതിലായി തീർന്ന കാര്യമാണ് നമ്മൾ കണ്ടത്. ഈ 14-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 14:22 സ്തോത്രം. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. അവരുടെ വലത്തും വെള്ളം മതിലായി നിന്നു. നോക്കണേ, മതി കർത്താവ്, താങ്ക് യു. ഇവരെ ഈ ഇസ്രായേൽ മക്കൾ നടന്നുപോയ നോക്കണേ, ഈ വെള്ളത്തെ ഒരു മതിലായിട്ട് ദൈവം ആക്കി. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ലോകത്തൊരു എഞ്ചിനീയർ വെള്ളം കൊണ്ട് മതിലായിട്ട് നിർത്തി എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇവിടെ രണ്ട് സൈഡിലും വെള്ളം കൊണ്ട് ദൈവം മതിലായിട്ട് മാറ്റി. ഇസ്രായേൽ മക്കളെ ഉണങ്ങിയ നിലത്തൂടെ ഒരു സ്വല്പം പോലും എന്തുവാ ഒരു വെള്ളം ഒലിച്ചു പോക്കുന്ന ഒരു വിടവോ ഒന്നുമില്ലാത്ത രീതിയിലാണ് അവിടെ ഈ മതിലാക്കി. വെള്ളത്തെ കൊണ്ട് ദൈവം മതിലാക്കി. സ്തോത്രം. നോക്കി, എത്ര മണിക്കൂർ നേരമാ ഇവരെല്ലാവരും അക്കരെ കടന്നു പോകുന്നത് വരെ. അതിന് 29-ാമത്തെ വാക്യം, ഇസ്രായേൽ മക്കൾ കടലിന് നടുവേ
ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി. വെള്ളം അവിടെ ഇടത്തും വലത്തും മതിലായി നിന്നു. ഇടത്തും വലത്തും ഇതാ വെള്ളം മതിലായി നിൽക്കുന്നു. കർത്താവിന് സ്തോത്രം. തന്റെ ജനത്തിന് വേണ്ടി ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തി. ഹല്ലേലൂയ. ദൈവം വെള്ളം കൊണ്ട് ഇതാ ഒരു മതിലാക്കി നിർത്തി തന്റെ ജനത്തെ, ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത ഉണങ്ങിയ നിലത്തുകൂടി തന്റെ ജനത്തെ നടത്തിയ യഹോവ ആണ് നമ്മൾ സേവിക്കുന്നത്. സ്തോത്രം. ഇത് നടുവിലേക്കാണ് ഇവരെ പിൻപറ്റാൻ വേണ്ടി ഫറവോനും അവന്റെ സൈന്യം നേരെ നടുവിൽ വന്നു നിന്നു. സ്തോത്രം. ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. നമുക്ക് അടുത്ത വിഷയത്തിൽ കടക്കുമല്ലോ. അപ്പോൾ യഹോവയായ ദൈവം തന്റെ ജനത്തിനു വേണ്ടി തീ മതിലായി നിന്നതും വെള്ളത്തെ മതിലായിട്ട് നിർത്തിയ കാര്യമാണ് നമ്മൾ കണ്ടത്. അടുത്തായിട്ട് യോബിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, സ്തോത്രം, യോബിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 1-ാമത്തെ അതിന്റെ 10-ാം വാക്യത്തിൽ നമുക്കൊരു വാക്യം ഇവിടെ പറയുന്നുണ്ട്. യോബ് 1:10. സ്തോത്രം. പെട്ടെന്ന് വായിച്ചു. യോബ് അവിടെ ചോദിക്കുകയാണ്, സാത്താൻ ചോദിക്കുക ദൈവത്തോട്, യോബ് വെറുതെ ആണോ അവൻ ദൈവഭക്തനായിരിക്കുന്നത്? ഇതിന് കാരണം എന്താ? സകലത്തിന് ചുറ്റും വേലി കെട്ടിയില്ലയോ? ദൈവം വേലി കെട്ടിയെന്ന് മതിലാക്കി. ദൈവം യോബിന് ചുറ്റും ഞാൻ വിചാരിക്കുന്ന ഒരൊറ്റ സാത്താൻ അല്ലെ പിശാച് പല പ്രാവശ്യം പിന്നെ തകർക്കാൻ നോക്കിയെങ്കിലും അവൻ അടുക്കാൻ ഒക്കുന്നില്ല. കാരണം വെച്ചാൽ യോബിന് ചുറ്റും തീമതിലായിട്ട് ദൈവം കെട്ടിയിരിക്കുകയാണ്. സ്തോത്രം. സാത്താനെ, എന്റെ ഭക്തന്റെ മേൽ അവനുള്ളതിനെ ഞാൻ പറയാതെ നിനക്ക് തൊടാൻ പറ്റത്തില്ല. സ്തോത്രം. സാത്താൻ നല്ലോണം അറിയാം. അവൻ ചോദിക്കാണ്, യോബ് വെറുതെയോ ഭക്തനായിരിക്കുന്നത്? നീ അവന് ചുറ്റും, അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും നീ വേലി കെട്ടിട്ടില്ലയോ? എന്താ വേലി കെട്ടിയത്? മുള്ളുവേലിയോ? പ്രൈസ് ദി ലോർഡ്. അല്ല, നമ്മുടെ മിടുക്കോ സാമർത്ഥ്യം കൊണ്ടാണോ പ്രിയമുള്ളവരെ? നമ്മുടെ കർത്താവ് നമുക്ക് ചുറ്റും പരിചയം പലകയുമായിട്ട് അല്ലെങ്കിൽ വേലി കെട്ടിയിട്ടുള്ളത് കൊണ്ടല്ലയോ ഇത്ര സേഫായിട്ട് നമ്മൾ കഴിയുന്നത്? ഈ അമേരിക്കയിൽ വന്നു നമ്മൾ യാത്ര ചെയ്യുന്നു. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വാഹനത്തെ ദൈവം കാക്കുന്നു. ഇതെല്ലാം ദൈവത്തിന്റെ പരിപാലനമല്ലയോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യോബിനുള്ള ചുറ്റും വേലി കെട്ടി ദൈവം കാത്തു. പല പ്രാവശ്യം സാത്താൻ നോക്കി ഇതിന്റെ അകത്ത് കടക്കാൻ. ഒടുവിലാണ് ഒരു ദൈവത്തെ കൊണ്ട് സമ്മതിപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ ആ വേലി ഒന്ന് പൊളിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഒരൊറ്റ കാര്യം പറഞ്ഞു, നീ അവന്റെ പ്രാണനെ മാത്രം നീ തൊടരുത്. സ്തോത്രം. ബാക്കിയെല്ലാം നീ തൊട്ടോ. ഹല്ലേലൂയ. ദൈവം അനുവദിച്ചത് കൊണ്ട് അങ്ങനെ സംഭവിച്ചു. കർത്താവിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തായിട്ട് നമ്മൾ ദൈവം കാണുന്നത് 2 രാജാക്കന്മാർ 6:17 വരുമ്പോൾ 2 രാജാക്കന്മാർ 6:17. സ്തോത്രം. ഇതാ ആരാം സൈന്യം എലീശയെ പിടിക്കാൻ വേണ്ടി, ആ കർത്തദാസനെ പിടിക്കാൻ വേണ്ടി നോക്കണേ, തന്റെ വലിയ സൈന്യം വളഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. രാവിലെ ആയപ്പോൾ തന്റെ ശിഷ്യൻ നോക്കിയപ്പോൾ എന്താ സൈന്യത്തെ കണ്ടു. വായിച്ചത് അതിന്റെ 6:15. ദേവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് അതിന്റെ 15-ാം വാക്യം. 6:15. 2 രാജാക്കന്മാർ 6:15. ദേവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. അയ്യോ യജമാനനെ, നാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അതിനവൻ, പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരുടെ കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. 17-ാം വാക്യം. ഈശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണാതെ വണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. കാണത്തക്കവണ്ണം യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ഇവിടെ കർത്താവിന്റെ ദാസന് ചുറ്റും യഹോവ കിട്ടിയ മതിലിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. കർത്താവിന്റെ പുസ്തകം ഞാൻ പറഞ്ഞല്ലോ,
സക്രിയാവിന്റെ പുസ്തകം 2-5 വാക്യത്തിൽ ഞാൻ അവർക്ക് ചുറ്റും ഒരു തീമതയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. തന്റെ ജനത്തെ, തന്റെ ഭക്തന്മാരെ ദൈവം കാത്തു സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ മതിൽ കെട്ടി സൂക്ഷിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ അല്പമായി നിങ്ങളോട് വിശദീകരിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഈ എന്തുകൊണ്ട് കർത്താവിന്റെ ദാസൻ എലീശ പ്രവാചകന് ഒരു പേടിയും ഭയമില്ല? നമുക്ക് അവിടെ ആരാം സൈന്യം അയച്ചേക്കുന്ന ആരാം സൈന്യത്തിൽ ഏറ്റവും പ്രബലപ്പെട്ട അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ 14-ാം വാക്യത്തിലുണ്ട്, അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ അയച്ചേക്കുന്നത്. ആരാം രാജാവിന്റെ ശക്തിയുള്ള സൈന്യത്തെ, കുതിരകളെയും അയച്ചേക്കുന്നത്. സാധാരണ പടയാ കുറച്ച് നോക്കണേ. ഒരു ദൈവദാസനെ പിടിക്കാൻ വേണ്ടി അവരയച്ചേക്കുന്ന ഫറവോൻ അയച്ച വിശേഷപ്പെട്ട രഥങ്ങളെ അയച്ചതുപോലെ തന്നെ ഇവിടെ ആരാം രാജാവ് അയച്ചിരിക്കുന്ന ശക്തിയുള്ള ഒരു കാരണവശാലും എൻ്റെ കയ്യിൽ നിന്ന് വഴുതി പോകല്, കർത്താവിന്റെ സ്തോത്രം, തെന്നിപ്പോകല്. അതിനുവേണ്ടി അയച്ചിരിക്കുകയാണ്. പിടിച്ചോണ്ട് വാ. എന്ത് പറ്റി? ഇത് കണ്ടപ്പോൾ തന്നെ പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ ദാസൻ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാ ദൈവം തന്റെ സൈന്യത്തെ അയച്ചു. അഗ്നിമയമായ രഥങ്ങളും കുതിരകളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നു. ചുറ്റും തനിക്ക് ചുറ്റും നിറഞ്ഞിരിക്കുന്നതായിട്ട് താൻ കണ്ടു, തന്റെ ശിഷ്യൻ കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ വലിയൊരു ഉൾക്കാഴ്ച നമുക്കുണ്ടായിരിക്കണം. നാം ദൈവത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന വിശ്വസിച്ചും കാര്യം ശരിയാ, വാഗ്ദത്തങ്ങളൊക്കെ ഉണ്ട് കർത്താവിന്റെ സ്തോത്രം. എന്നാൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ എല്ലാം എങ്ങനെയിരിക്കും? ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഭയപ്പെടുകയാണോ? ഈ തൻ്റെ ബാല്യക്കാരന് ഭയപ്പെട്ടു, അയ്യോ എന്ന് നിലവിളിച്ചുകൊണ്ട് നാം എന്ത് ചെയ്യും? നോക്കണേ, ഭയപ്പെടേണ്ട. നമ്മോട് ഇവിടെ ഉള്ളവൻ അവരുള്ളവരെക്കാൾ അധികമെന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കരുത്. അവിടെ സംഭവിച്ച എന്താണെന്ന് നമുക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കർത്താവിന്റെ സ്തോത്രം. ഒരു ദൈവം കെട്ടിയ ഒരു മതിലിനെ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ദാനിയേൽ 3-ന്റെ-24-ാം വാക്യം നമുക്കറിയാം. സ്തോത്രം. ദാനിയേൽ 3-ന്റെ-24. സ്തോത്രം. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചു. വേഗത്തിൽ അവൻ എഴുന്നേറ്റു മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദ്യത്തിന് അതെ, സത്യം തന്നെ എന്ന് പറഞ്ഞു. വായിച്ചു. രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിനവൻ, കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു, അവർക്ക് ഒരു തട്ടിയിട്ടില്ല. ഞാൻ ഈ ഭാഗം ധ്യാനിച്ച് പഠിച്ചപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഇവിടെ ഇതാ നെബൂഖദ്നേസർ നിർത്തിയ ആ ബിംബത്തെ നമസ്കരിക്കാത്ത 3 ബാലന്മാർ, ചെറുപ്പക്കാരുണ്ട് അവിടെ. സ്തോത്രം. അവര് പറയുകയാണ്, രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ വിടുവിക്കും. ഈ ചൂളയെ ഞങ്ങൾ പിടിക്കും. അഥവാ വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, നീ നിർത്തിയ ബിംബത്തെ ഞങ്ങളെ നമസ്കരിക്കത്തില്ല എന്ന് തീർത്ത് രാജാവിന്റെ നോക്കണേ. ഈ നെബൂഖദ്നേസറിന്റെ മുഖത്ത് നോക്കിയത് പറയണമെങ്കിൽ ഇച്ചിരി ധൈര്യം വേണം. ഇവനാരാന്നറിയോ? ഒരു സാധാരണക്കാരൻ രാജാവല്ല, അത് ക്രൂരനായ, വളരെ വളരെ ഒരു ദയം കാണിക്കാത്ത ദുഷ്ടനായ രാജാവാണ് നെബൂഖദ്നേസർ. അവനോടാണ് ഇവർ പറയുന്നത്. ഏത് മനുഷ്യന്റെയും മുമ്പിൽ നമുക്ക് ആത്മബലമില്ലെങ്കിൽ നമ്മൾ പേടിച്ച് ഈ പറഞ്ഞത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ദൈവമക്കൾ ഒന്ന് വിചാരിക്കണം, നമ്മൾ ഈ ഭജനം കേൾക്കുന്നു, നമ്മൾ ആത്മാവിൽ നിറയുന്നു, കാര്യം ശരിയാ. ധൈര്യത്തോടെ കർത്താവിനോട് നിൽപ്പാൻ, നാട്ടിലോടെ നിൽപ്പാൻ, ചങ്കൂട്ട് നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മബലം ഉണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ കേട്ടോ. ഇവര് പറയാണ്, ഞങ്ങൾ നീ നീട്ടിയ ബിംബത്തെ ഞങ്ങളെ സേവിക്കത്തില്ല, വണങ്ങത്തില്ല. ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രസ്താവന ഇവരുടെ വായിൽ നിന്ന് വന്നപ്പോൾ തന്നെ അവിടെ കർത്താവ് ആ തീയിലിറങ്ങി വന്നു കേട്ടോ. കർത്താവിനെ അറിയാമെന്നേ. ചില നിമിഷത്തിനുള്ളിൽ ഇവിടെ കൈകാലുകൾ ബന്ധിച്ച് ഈ തീയിലേക്ക് വലിച്ചെറിയും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അത് പഠിക്കുമ്പോൾ അവിടെ അതിൻ്റെ സ്തോത്രം വായിച്ച് അതിൻ്റെ
22 വാക്യം. രാജകൽപ്പന കർശനമായിരിക്കൊണ്ടും ചൂള അത്യന്തം ചൂടായിരിക്കൊണ്ടും മേശക്കിനെയും അബദ്നോവിനെയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. ഇതെങ്ങനെ ദഹിപ്പിച്ചു? ഞാൻ ഇതിനെക്കുറിച്ച് ദിവസനെ ധ്യാനിച്ച് പഠിച്ചപ്പോൾ എനിക്ക് ദൈവം തന്ന ഇതാണ്. കർത്താവ് അവിടെ ഇറങ്ങി വന്നപ്പോൾ അവിടെ അഗ്നി മതിലായിട്ട് അവിടെ ദൈവം അങ്ങ് തീർത്തു. ഇവരെ വലിച്ചുകൊണ്ട് തീർച്ചയായിട്ടും 3 പേരെയാണല്ലോ, ഒരു 6 പേരെങ്കിലും കാണും. 2 പേര് കൈക്കും 2 പേര് കാലിനും, ഒരാൾക്ക് 2 പേരും, അങ്ങനെ 3, 2, 6 പേര്. അവിടെ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിന്റെ സ്തോത്രം. അവിടെ വായിച്ച് അതിന്റെ 20-ാം വാക്യം വായിച്ച് 20-ാം വാക്യത്തിൽ അവിടെ സാധാരണക്കാരല്ല, അവൻ തന്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ ചില പുരുഷന്മാരോട് ചന്ദ്രൻ അബദ്നോവിനെ ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളയുവാൻ കൽപ്പിച്ചു. മഹാബലവാന്മാരായ സൈന്യത്തിലെ ഏറ്റവും നല്ല കരുത്തുള്ളവരെ ഇവർ 2-3 ബാലന്മാരെ പിടിച്ച് തീച്ചൂളയിൽ ഇടാൻ വേണ്ടി കൽപ്പിച്ച്. സ്തോത്രം. അപ്പോൾ ഒരാൾക്ക് 2 പേരും വെച്ചില്ലെങ്കിൽ നമുക്കറിയാമല്ലോ, പിടിച്ച് തീയിലോട്ടെടുത്തു. ഞാൻ വിശ്വസിക്കുന്നു ഈ തീച്ചൂളയിൽ എൻ്റെ കർത്താവിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ട്. അവിടെ മതിലായിട്ട് ഹല്ലേലൂയ അവൻ എൻ്റെ കർത്താവും ആ തീച്ചൂള ഇറങ്ങി വന്നു. ഈ നെബൂഖദ്നേസറിന്റെ തീച്ചൂളയിലെ ചൂട് അങ്ങോട്ട് റിലീസ് ചെയ്തു. റിലീസ് ചെയ്തപ്പോൾ എന്ത് പറ്റി? ഈ ആരെ ദീപിച്ചു? ഈ 3 പുരുഷന്മാരെ ഈ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോയും എടുത്തുകൊണ്ട് പോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നാലും അവർക്കെന്ത് പറ്റി? പ്രൈസ് ദി ലോർഡ്. ഇതാ ഈ തീച്ചൂളയിൽ അവിടെ ദൈവം ഒരു പില്ലർ ഓഫ് ഫയർ അല്ലെങ്കിൽ തീ സ്തോത്രം മതിലായിട്ട് അവിടെ ആക്കി ഇവരെ പ്രൊട്ടക്ട് ചെയ്താണ് കാണുന്നത്. കർത്താവിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവിന്റെ സ്തോത്രം. ദൈവം തൻ്റെ ജനത്തെ തീ മതിലായിട്ട് കാത്തു സൂക്ഷിച്ച ചില ഇൻസിഡന്റ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി ഇങ്ങനെയാണ്. കർത്താവിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 3 പേർക്കും അവിടുന്ന് ഇറങ്ങുവാൻ ഒട്ടും താല്പര്യമില്ല. ഈ 4-വനായ കർത്താവിനോട് കൂടെ അവരിങ്ങനെ തീയിൽ നടക്കുകയാണ്. നോക്കണേ, അവർ വരുമ്പോൾ അവിടെ മുടിയിൽ പോലും ഒരു തീയുടെ അവിടെ ഒരു നൂല് പോലും കരിഞ്ഞില്ല. സ്തോത്രം. ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ നോക്കിക്കേ. സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവൃത്തി, നമുക്ക് വേണ്ടി തീ മതിലായിട്ട് ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന വിധങ്ങൾ എത്രയെന്ന് നമ്മൾ ചിന്തിക്കുക. കർത്താവിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സമയം മുമ്പോട്ട് പോയോണ്ട് ഞാൻ ഹല്ലേലൂയ ഇവിടെ നിർത്തട്ടെ. കർത്താവിന്റെ സ്തോത്രം. ദൈവം നമുക്ക് ചുറ്റും തീ മതിലായിട്ട് തൻ്റെ ഭക്തന്മാരെ, തൻ്റെ ജനത്തെ ദൈവം കാത്തു സൂക്ഷിക്കുന്ന കർത്താവിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ നമ്മുടെ കുറിവാക്യം നമ്മളെ മറന്നു പോയല്ലോ. കർത്താവ് എസെക്കിയേലിലെ ഹല്ലേലൂയ അതിന്റെ 22-ന്റെ 30-ാമത്തെ വാക്യമാണ്. അതോടെ വായിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തട്ടെ. കർത്താവിന്റെ സ്തോത്രം. എസെക്കിയേൽ 22:30 കുറിവാക്യം എന്താണ് നമ്മൾ വായിച്ചത്? സ്തോത്രം. സ്തോത്രം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കിട്ടി. എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. പ്രൈസ് ദി ലോർഡ്. യെസ്. ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടണം, അതിൻ്റെ ഇടിവിൽ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ ബാക്കി ദൈവം അനുവദിച്ച അടുത്ത ചൊവ്വാഴ്ച ഞാൻ സംസാരിക്കാം. നാം കെട്ടേണ്ട മതിലിനെ കുറിച്ചും നാം ഇടിവിൽ നിൽക്കേണ്ട ആവശ്യത്തെക്കുറിച്ചും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. ദൈവം തൻ്റെ ജനത്തെ വേണ്ടി കെട്ടിയ ചില തീ മതിലെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. വേണ്ടവണ്ണം വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഒന്നാമത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചത്. സ്തോത്രം. ആ വെള്ളം കൊണ്ട് കെട്ടിയ മതില്. സ്തോത്രം. യോബിന് ചുറ്റും ദൈവം കെട്ടിയ മതില്. സ്തോത്രം. ഏലിശായയ്ക്ക് ചുറ്റും എൻ്റെ കർത്താവ് കെട്ടിയ മതില്. ഒടുവിലായിട്ട് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന് ചുറ്റും ആ തീച്ചുളയിൽ അവൻ തീ മതിലായിട്ട് ഇറങ്ങി വന്ന കർത്താവിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. കർത്താവിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റും
ദൈവം നമുക്ക് മതിലായിട്ടുണ്ട്. അത് വിശ്വാസത്തിൽ ഏറ്റെടുക്കുക. ദൈവമായ കർത്താവ് ഈ വചനങ്ങളെ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആശംസയോടെ ഇന്നത്തെ വചനധ്യാനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം അനുവദിച്ച അടുത്ത ആഴ്ച ഇതിന്റെ ബാക്കി ഞാൻ സംസാരിക്കുന്നതായിരിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഞാൻ 1-2 വാചകങ്ങൾ പറഞ്ഞതിന് ശേഷം പാസ്റ്റർ TJ ജോൺ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതാണ്. പാസ്റ്റർ TJ ജോൺ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, വളരെ ദീർഘമായിട്ടുള്ള, വളരെ ആഴമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ദൈവം പറയുകയാണ്, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഒരാളെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, അതുകൊണ്ട് ഞാൻ ദേശത്തെ നശിപ്പിച്ച് കളയുമെന്ന് പറയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഓരോ ദേശത്തൊക്കെ എന്തെല്ലാം നാശങ്ങളാണ് ഉണ്ടാകുന്നത്. ഇവിടെ തന്നെ ലോസ് ആഞ്ചലസിൽ ഭയങ്കരമായിട്ടുള്ള വിലയുള്ള സ്ഥലവും വീടുകളും ഒക്കെയാണ്. മില്യൻ്റെ വീടുകളാണ്. എല്ലാം നരകത്തിലെ തീ പോലെയാ കുറേ നാൾ മുമ്പ് കത്തിയത്. പ്രിയമുള്ളവരെ, അത് വളരെ നമുക്കറിയാം ഹോളിവുഡിൻ്റെ ഒക്കെ കേന്ദ്രമാണല്ലോ, ദൈവമില്ലാത്ത കാര്യങ്ങളുടെ കേന്ദ്രമാണ്. അതുകൊണ്ട് നമുക്കറിയാം ഇന്ന് നോർത്ത് ഇന്ത്യയിൽ ദൈവദാസന്മാരെയൊക്കെ ഓടിച്ചിട്ട് അടിക്കുകയും ഒരു കാര്യമില്ലാതെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുക. ദൈവം വന്ന് നശിപ്പിച്ച് കളയാതിരിക്കാനായിട്ട് നമ്മളാ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കസേരയിൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല. അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുത്ത്, അവർ പ്രാർത്ഥിക്കേണ്ട സ്ഥാനത്ത് അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ആ ഒരു തീവ്രതയോടുകൂടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കർത്താവ് നമുക്ക് വേണ്ടി മതിലായി, തീമതിലായിട്ടൊക്കെ നിൽക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ. പ്രിയമുള്ളവരെ, നമ്മൾ ഏതെല്ലാം ആപത്തുകളിൽ നിന്ന് അവിടെ നിന്നൊക്കെ കർത്താവ് നമ്മളെ രക്ഷിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ ഭാര്യ അമ്മാമ്മ 50 വർഷത്തോളം ഇവിടെ അമേരിക്കയിൽ വന്ന് 57 വർഷം ഇവിടെ അമേരിക്കയിൽ വന്നതാണ്. ഇവിടെ നേഴ്സായിട്ടും ഒക്കെ എത്രയോ വർഷങ്ങൾ ജോലി ചെയ്തതാണ്. എന്നാൽ എന്താണ്, ഒരു നിമിഷം കൊണ്ട് പ്രിയമുള്ളൊരു അപ്രതീക്ഷിതമായിട്ടുള്ള സമയത്ത് നമ്മൾ വിചാരിക്കും നമുക്ക് ഒരു കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഹാർട്ടിന് അസുഖമൊന്നുമില്ലല്ലോ. എന്നാൽ ഒരു സെക്കൻഡ് കൊണ്ടാണ് ഇല്ലാത്ത അസുഖം വന്ന് എന്തെല്ലാമാണ് പ്രിയമുള്ളവരെ. എന്നാൽ കർത്താവിൻ്റെ ദാസിയുടെ ആ ഒരു പ്രാർത്ഥന കർത്താവ് കേട്ടെന്നുള്ളതാണ്. ഇങ്ങനെ കിടന്ന് ഒന്നും അങ്ങനെ കഷ്ടപ്പെടാതെ ഇരിക്കണമെന്നുള്ള ആ പ്രാർത്ഥന കർത്താവ് കേട്ടു. എന്നാൽ കർത്താവിൻ്റെ ദാസനെ കർത്താവ് ഈ ദിവസങ്ങളിൽ ശക്തീകരിക്കുന്നു. അത് എത്ര ആശ്വാസകരമാണ്. സകല ആശ്വാസങ്ങളുടെ ഉറവിടമായ ദൈവം സകല കഷ്ടങ്ങളിൽ നമ്മെ ആശ്വസിപ്പിക്കുന്നല്ലോ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളുകൂടെ ഉണ്ടെന്നുള്ള ആഴമായിട്ടുള്ള വിശ്വാസമുള്ളവരായിട്ട് നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസനെ എല്ലാവിധ അനുഗ്രഹങ്ങളും കർത്താവ് തുടർന്ന് നൽകട്ടെ. ഷിക്കാഗോ പ്രേരണൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ആഴ്ച നമുക്ക് കേൾക്കാം. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.